ചരിത്രത്തിൽ ആദ്യമായി 1 ലക്ഷം കടന്നിരിക്കുകയാണ് സ്വർണ്ണവില. 1760 രൂപയാണ് പവൻ എന്ന് കൂടിയത്. ഇതോടെ പവന് 1,01,600 രൂപയായി. ഗ്രാമിന് 12,700 രൂപയാണ് വില. ഈ വർഷം മാത്രം കൂടിയത് 44,800 രൂപയാണ്. കഴിഞ്ഞ ദിവസം 2 തവണയാണ് സ്വർണ്ണവില കൂടിയത്. 1,440 രൂപയാണ് വർദ്ധിച്ചത്. അതേസമയം പണിക്കൂലിയും നികുതിയും ഉൾപ്പെടെ നേരത്തെ തന്നെ സ്വർണ്ണവില 1 ലക്ഷം കടന്നിരുന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 95,680 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. 9-ന് 94,920 രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് സ്വർണ്ണവില കുതിക്കുകയായിരുന്നു. ആഗോള ഭൗമ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിൽ സ്വർണം സുരക്ഷിത നിക്ഷേപമായി തുടരുന്നതാണ് സ്വർണ്ണവില കുതിപ്പിന് കാരണമായത്. വില റെക്കോർഡിലേക്ക് ഉയർന്നതോടെ ഇപ്പോൾ സ്വർണം വാങ്ങാൻ വരുന്നവരെക്കാൾ വിൽക്കാൻ വരുന്നവരാണ് കൂടുതലെന്നും ജ്വല്ലറി ഉടമകൾ പറയുന്നു. കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് തുടരുന്നതിനാൽ സ്വർണ്ണവില ഇനി താഴില്ല എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. സ്വർണ്ണവിലയുടെ നാൾവഴി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിനകമാണ് സ്വർണ്ണവില പവന് 50,000 രൂപ വർദ്ധിച്ചത് എന്ന് മനസ്സിലാക്കാം. 2005-ൽ പവന് 5,000 രൂപയുണ്ടായിരുന്ന സ്വർണ്ണവിലയാണ് 20 വർഷം കൊണ്ട് ഇത്രയും അധികം വർദ്ധിച്ചത്. 2024 മാർച്ച് 29-നാണ് സ്വർണ്ണവില ആദ്യമായി 50,000 കടന്നത്. അന്ന് പവന് 50,400 രൂപയായിരുന്നു രേഖപ്പെടുത്തിയത്. പിന്നീടുള്ള മാസങ്ങളിൽ സ്വർണ്ണവില കുതിച്ച് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. തൊട്ടടുത്ത മാസമായ ഏപ്രിലിൽ വില 51,000 കടന്നു. അതേ മാസം തന്നെ 52,000, 53,000, 54,000 എന്ന വില നിലവാരം മറികടന്ന് കുതിക്കുകയും ചെയ്തു. 2024 മെയ് മാസത്തിൽ സ്വർണ്ണവില ആദ്യമായി 55,000 കടന്നു. 7 മാസം കഴിഞ്ഞ ഈ വർഷം ജനുവരി 22-ന് സ്വർണ്ണവില ആദ്യമായി 60,000 കടന്നു. അന്ന് 60,200 രൂപയായിരുന്നു സ്വർണത്തിന്റെ വില. പിന്നീട് ഏകദേശം 1 വർഷത്തിനകം പവന് 40,000 രൂപയിലധികം വർദ്ധിച്ചു. സ്വർണ്ണവില ആദ്യമായി 70,000 കടന്നത് ഈ വർഷം ഏപ്രിൽ 12-നാണ്. സെപ്റ്റംബറിൽ 80,000 തൊട്ടു. 80,000 കടന്നപ്പോൾ മുതൽ തന്നെ വൈകാതെ സ്വർണ്ണവില 1 ലക്ഷം തൊടുമെന്ന് വിപണി വിദഗ്ധർ പ്രവചിച്ചിരുന്നു. ഈ പ്രവചനം ശരിവെക്കുന്നതാണ് ഡിസംബർ 2023-ലെ സർവകാല റെക്കോർഡ്. ഒക്ടോബർ 8-നാണ് സ്വർണ്ണവില ആദ്യമായി 90,000 കടന്നത്. 2 മാസത്തിനകമാണ് സ്വർണ്ണവില 1 ലക്ഷം കടന്നത്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണമാണ് രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2,000 ടണ്ണിലധികം സ്വർണമാണ് മലയാളികളുടെ കയ്യിൽ നിക്ഷേപമായുള്ളത്. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. അന്താരാഷ്ട്ര സ്വർണ്ണവില ഇപ്പോൾ $4,487. വൻകിട നിക്ഷേപകർ താൽക്കാലിക ലാഭമെടുപ്പ് നടത്തിയാൽ വിലയിൽ ചെറിയ കുറവ് വരാൻ സാധ്യതയുണ്ട്. $4,500 കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ വീണ്ടും വലിയ തോതിൽ വില വർദ്ധിക്കാനാണ് സാധ്യത.